കൊല്ലം മീയന്നൂരിൽ KSRTC ബസ് മറിഞ്ഞ അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബസിന്റെ ആക്സിൽ ഒടിഞ്ഞ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതിലുള്ള യാത്രക്കാരുടെ, ജീവനക്കാരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ആരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 20-30 മിനിറ്റ് മുമ്പാണ് അപകടം ഉണ്ടായത്. കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് പോകുന്ന ഓർഡിനറി ബസ്സായിരുന്നു. അത് ഒരു വളവിൽ എത്തിയപ്പോൾ അതിന്റെ നിയന്ത്രണം വിട്ടു. ആക്സിലൊടിഞ്ഞാണ് നിയന്ത്രണം വിട്ടത്. അങ്ങനെ ഒരു സൈഡിലേക്ക് ബസ് അറിയുകയായിരുന്നു. നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആൾക്കാരും ചേർന്ന് ഈ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരെ പുറത്തേക്ക് എടുത്തു. ഈ പരിക്കേറ്റവരെ എല്ലാം തന്നെ മീയന്നൂരിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പരിക്ക് ഏറ്റ ആൾക്കാരുടെ നില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്നും പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. ബസ്സിന്റെ സാങ്കേതികമായിട്ടുള്ള പിഴവ് മൂലം അല്ലെങ്കിൽ ആക്സിഡന്റ് ഒടിച്ചത് മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്ന് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശരി, KSRTC ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. നിലവിൽ നമുക്കറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ്. പരിക്കേറ്റവരെ എങ്ങോട്ടേക്കാണ് മാറ്റിയത് കണ്ണൻ? പരിക്കേറ്റവരെ മീയന്നൂരിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ട്, അവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവർക്ക് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇന്ന് കൊല്ലത്ത് നിന്ന് ബസ് എടുത്ത് കൊട്ടിയം വഴി നേരെ മീയന്നൂരിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് ബസ്സിന്റെ നിയന്ത്രണം വിട്ടു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അത് ആക്സിൽ ഒടിഞ്ഞാണ് എന്ന് മനസ്സിലാക്കിയത്. നിയന്ത്രണം വിട്ട് ബസ് നേരെ ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നു. ബസ്സിൽ യാത്രക്കാർ ഏറെ ഉണ്ടായിരുന്നു, 30 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാര്യം വൈകുന്നേര സമയമാണ്. സ്കൂൾ വിട്ടും അതുപോലെ തന്നെ ഓഫീസുകൾ കഴിഞ്ഞും ഒക്കെ തന്നെ, ജോലി കഴിഞ്ഞും ഒക്കെ തന്നെ പോകുന്ന ഒട്ടേറെ ആൾക്കാരുണ്ടായിരുന്നു, 30ഓളം ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ പരിക്ക് ആരുടെയും ഗുരുതരമായിട്ടുള്ള പരിക്കല്ല, നിസ്സാരമായിട്ടുള്ള പരിക്കാണ് എന്നാണ് അറിയിക്കുവാൻ സാധിച്ചത്. കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാരണം നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ, ഈ മറിഞ്ഞു കിടക്കുന്ന ബസ്സിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും അത് ബസ് ചെരിഞ്ഞ് മറിഞ്ഞു വീണ് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആഘാതം വലുതായിരിക്കും. നേരത്തെ കണ്ണൻ തന്നെ പറഞ്ഞു 30 മുകളിൽ യാത്രക്കാരുണ്ടായിരുന്നുവെന്ന്. ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ കണ്ണൻ? ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ അത് ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ പരിക്കുകൾ, വലിയ പരിക്കുകളുള്ള ആൾക്കാരില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് സ്ഥിരീകരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന്റെ ഒരു വലിയ ഭീകരത നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ മീയന്നൂർ എന്ന് പറയുന്ന സ്ഥലം ഗ്രാമപ്രദേശമാണ്. അതുവഴി ആയൂരിലേക്കും അഞ്ചലിലേക്കും ഒക്കെ തന്നെ പോകുന്ന ഒരു പാതയാണ്. ആ പാതയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആ പാതയിൽ വെച്ച് ഒരു വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് ആ ബസ് നിയന്ത്രണം വിട്ട് അതിന്റെ ആക്സിൽ ഒടിയുകയായിരുന്നു. അങ്ങനെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ ബസ് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് കൂടുതൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് യാത്രക്കാരെ എത്തിക്കാതിരുന്നതിനാലും ഇപ്പോൾ കൊല്ലത്തെ മീയന്നൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. കണ്ണൻ നേരത്തെ പറഞ്ഞു ഒരു കുറച്ചൊരു ഉൾപ്രദേശമാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ആംബുലൻസ് വിളിക്കാനും ആശുപത്രിയിലേക്ക് എത്തിക്കാനും ഒക്കെ അവർ തന്നെയാണെന്ന് തോന്നുന്നു മുൻകൈ എടുത്തത്. തീർച്ചയായും അത് തന്നെയാണ് നാട്ടുകാരുടെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ. മാത്രമല്ല, അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി ഉള്ളത് കൊണ്ട് തന്നെ ആംബുലൻസ് സേവനങ്ങൾ നല്ല രീതിയിൽ ഉള്ള ഒരു പ്രദേശമാണ്. പെട്ടെന്ന് തന്നെ ആംബുലൻസിലും അവിടെ കിട്ടിയ വാഹനങ്ങളിലും ഒക്കെ തന്നെ പരിക്കേറ്റവരെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 30 യാത്രക്കാരാണ് അതിൽ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരമാണ്. ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തന്നെയാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ പോലീസും ആശുപത്രി വൃത്തങ്ങളും നൽകുന്ന വിവരമനുസരിച്ച് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി കണ്ണൻ.